ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മളുടെ സോഷ്യോളജിയുടെ ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ 2 ചാപ്റ്ററുകളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് കുട്ടികളൊക്കെ ടീച്ചറിന് നോട്ടൊക്കെ എഴുതി അയച്ചു. കൊള്ളാമായിരുന്നു, എല്ലാവരും നന്നായിട്ട് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാമത്തെ ചാപ്റ്ററാണ്. സോഷ്യോളജി ഇറ്റ് ഈസ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസ്. അതായത് സാമൂഹ്യശാസ്ത്രവും മറ്റ് ശാസ്ത്രങ്ങളും തമ്മിലുള്ള ബന്ധം. അതായത് നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിന് മറ്റ് ശാസ്ത്രശാഖകൾ എന്ന് പറയുമ്പോഴത്തേന് പൊളിറ്റിക്സ്, പിന്നെയാണെങ്കിൽ ഹിസ്റ്ററി, ആന്ത്രോപോളജി, നരവംശാസ്ത്രം ഇവയൊക്കെ ആയിട്ടുള്ള ബന്ധം എപ്രകാരമാണ് എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്നതാണ്. ഈ ഭാഗത്തുനിന്ന് എന്താണെങ്കിലും ഉറപ്പായിട്ടും ഈ സബ്ജക്റ്റുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാഠത്തിലേക്കൊന്ന് നോക്കാം. ആദ്യത്തെ 2-3 ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പം ടീച്ചർ അതൊന്ന് പറഞ്ഞുതരാം. വാട്ട് ഡസ് സോഷ്യോളജി കളക്റ്റ്? എന്താണ് സോഷ്യോളജിസ്റ്റുകൾ ശേഖരിക്കുന്നത്? അവർ ശേഖരിക്കുന്നത് എന്താണ്? സമൂഹത്തിലെ വിവരങ്ങളാണ്. അടുത്തത് വിച്ച് ടൈപ്സ് ഓഫ് സൊസൈറ്റീസ് ഡു ഇക്കണോമിസ്റ്റ് സ്റ്റഡി? ഏതുതരം സമൂഹത്തെക്കുറിച്ചാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പഠിക്കുന്നത്? അപ്പോൾ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പഠിക്കുന്നത് ഏതുതരം സമൂഹത്തെക്കുറിച്ചാണ്? അപ്പോൾ ആധുനികവും സങ്കീർണവും വ്യാവസായികവും നാഗരികവുമായ സമൂഹത്തെക്കുറിച്ചാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പഠിക്കുന്നത്. അപ്പോൾ ആധുനികവും സങ്കീർണവും ഒക്കെ ആയിട്ടുള്ള, അതുപോലെ തന്നെ വ്യാവസായികവും നാഗരികവുമായ സംഭവങ്ങളെക്കുറിച്ചൊക്കെയാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പഠിക്കുന്നത്. ഡിഫൈൻഡ് ബൈ സോഷ്യൽ വർക്ക്. അപ്പം സോഷ്യൽ വർക്കിനെ കുറിച്ച് വിശദീകരിക്കുക. സാങ്കേതികമായ രീതികളാലും വിവരങ്ങളാലും മനുഷ്യരുടെ അവസ്ഥയെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു പഠനശാഖയാണ് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സമൂഹശാസ്ത്രവും ചരിത്രവും തമ്മിലുള്ള ബന്ധവും വ്യത്യാസവും എന്തെല്ലാമാണ്? അപ്പം ചരിത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞു പോയ സംഭവങ്ങളെക്കുറിച്ചാണ് ചരിത്രത്തിനകത്ത് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? കഴിഞ്ഞു പോയ സംഭവങ്ങൾ, അതായത് രാജാക്കന്മാരെക്കുറിച്ചോ അല്ലെ പഴയ കൊട്ടാരങ്ങളെക്കുറിച്ചോ പഴയ കാലത്തെ ആളുകളുടെ ജീവിത രീതികളെക്കുറിച്ചോ ഒക്കെയാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്? ചരിത്രത്തിനകത്ത് പഠിക്കുന്നത്, അല്ലേ? രാജാക്കന്മാരും രാജ്ഞികളും ഒക്കെയാണ് ചരിത്രത്തിലെ പഠന വിഷയമാകുന്നത്. അപ്പോൾ ചരിത്രത്തിൽ പൂർവ്വകാല സംഭവങ്ങളെ കാലക്രമത്തിൽ പഠിക്കുകയും മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയിൽ അവയ്ക്കുള്ള പ്രാധാന്യത്തെപ്പറ്റിയും പഠിക്കുന്നു. ചരിത്രത്തിലാണെങ്കിലും പൂർവ്വകാല സംഭവങ്ങളെക്കുറിച്ച് കാലക്രമത്തിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ സമൂഹശാസ്ത്രം, സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്? വർത്തമാന കാലത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങളെക്കുറിച്ചാണ് അതിനകത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച്, ആചാരങ്ങളെക്കുറിച്ച്, പെരുമാറ്റങ്ങളെക്കുറിച്ച്, സാമൂഹ്യ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയതിനെക്കുറിച്ച് സമൂഹശാസ്ത്രം പഠിക്കുന്നു. അപ്പം ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും സാമൂഹ്യ സ്ഥാപനങ്ങളെക്കുറിച്ചും പെരുമാറ്റങ്ങളെക്കുറിച്ചും ഒക്കെയാണ് സാമൂഹ്യശാസ്ത്രത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി നമ്മൾ ആരെ ആശ്രയിക്കാറുണ്ട്? ചരിത്രത്തെ ആശ്രയിക്കാറുണ്ട്. അപ്പോൾ അതിനായി സമൂഹശാസ്ത്രത്തിന് അതിനാവശ്യമായ വസ്തുതകളൊക്കെ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ചരിത്രത്തിൽ നിന്നാണ്. പല കാര്യങ്ങൾക്കും ചരിത്രത്തെ ആശ്രയിക്കാറുണ്ട്. അപ്പം സാമൂഹ്യശാസ്ത്രത്തിന് ചരിത്രത്തിൽ നിന്ന് വിവരങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ചരിത്രകാരന് സാമൂഹ്യശാസ്ത്രത്തിൽ നിന്നും വിവരങ്ങൾ കടമെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹശാസ്ത്രവും ചരിത്രവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ക്ലിയറായോ? സമൂഹശാസ്ത്രവും ചരിത്രവും പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. കാരണം ചരിത്രം പോയ സംഭവങ്ങളെക്കുറിച്ച് പറയുന്നു, സാമൂഹ്യശാസ്ത്രം ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പഠിക്കണമെങ്കിൽ പലപ്പോഴും നമ്മൾ പഴയ കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്നത്. ഇനി ഈ സമൂഹശാസ്ത്രവും ചരിത്രവും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വ്യത്യാസം തന്നെ എന്താണ്? സമൂഹശാസ്ത്രം വർത്തമാനകാല സംഭവങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ചരിത്രമാണേലോ ചരിത്രം ഭൂതകാല സംഭവങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. ഇനി സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് ഏറ്റവും പുതിയ ഒരു ശാസ്ത്രശാഖയാണ്. ചരിത്രമാണേലോ ഏറ്റവും പഴക്കമുള്ള ശാസ്ത്രവുമാണ്.
ഇനി നോക്കിയേ, മൂന്നാമത്തെ പോയിന്റ് എന്താണ്? സമൂഹശാസ്ത്രത്തിലുള്ള പലതും ചരിത്രത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങളും സമൂഹശാസ്ത്രം പഠനവിധേയമാക്കുന്നുണ്ട്. എന്നാൽ ചരിത്രമാണേലോ സമൂഹശാസ്ത്രവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ ചരിത്രത്തിലുണ്ട്. സമൂഹശാസ്ത്രവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒട്ടേറെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് എവിടെയാണ്? ചരിത്രത്തിലാണ്. അടുത്ത പോയിന്റ്, സമൂഹശാസ്ത്രം കേവലമാണ്. സമൂഹശാസ്ത്രത്തിന് കുറച്ച് അതിർവരമ്പുകളൊക്കെ ഉണ്ട്. എന്നാൽ ചരിത്രം എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ളതാണ്. സമൂഹശാസ്ത്രം വളരെ ഒതുങ്ങിയ ഒരു പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. എന്നാൽ ചരിത്രം എന്ന് പറയുന്നത് അതിവിശാലമാണ്, സമൂർത്തമാണ്. ലാസ്റ്റ് പോയിന്റ്, സമൂഹശാസ്ത്രം അതിലുൾപ്പെട്ട സാമൂഹ്യ ബന്ധങ്ങളുടെ ഗതി വെച്ച് പഠനം നടത്തുന്നു. അപ്പോൾ സമൂഹശാസ്ത്രത്തിനകത്ത് ഉൾപ്പെടുന്ന സംഭവങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വീക്ഷിച്ച് പഠനം നടത്തുന്നു. ചരിത്രമാണേലോ ചരിത്രം ഏത് സംഭവത്തെക്കുറിച്ചും വളരെ വിശാലമായിട്ട് പഠനം നടത്തുന്നു. ചരിത്രം ഏത് വിഷയത്തെക്കുറിച്ചും വളരെ വിശാലമായി പഠനം നടത്തുന്നു. എന്നാൽ സമൂഹശാസ്ത്രമാണേല സമൂഹശാസ്ത്രത്തിനുള്ളിൽ വരുന്ന വിഷയങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠനം നടത്തുന്നു. ഇതാണ് സമൂഹശാസ്ത്രവും ചരിത്രവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ? ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡിസ്ക്രൈബ് ഹൗ സൈക്കോളജി ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം സോഷ്യോളജി ആൻഡ് സ്റ്റേറ്റ് സിമിലാരിറ്റി. അതായത് സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള ബന്ധങ്ങളും വ്യത്യാസങ്ങളും വിവരിക്കുക. അപ്പം എന്താണ് മനഃശാസ്ത്രം എന്ന് കേൾക്കുമ്പം തന്നെ അറിയാം അല്ലേ? സൈക്കോളജി എന്ന് വെച്ചാൽ മനഃശാസ്ത്രം എന്ന് കേൾക്കുമ്പോൾ അറിയാം മനസ്സിൻ്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം. അപ്പോൾ അതിനകത്ത് മനഃശാസ്ത്രം ഓരോ വ്യക്തിയുടെയും മനസ്സിനെയാണ് പഠനവിധേയമാക്കുന്നത്. ഒരു വ്യക്തിയുടെ മനസ്സിനെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പം മനസ്സിൻ്റെ ശാസ്ത്രം അല്ലെങ്കിൽ മാനസിക പ്രക്രിയകളെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് മനഃശാസ്ത്രം. വ്യക്തികളുടെ ബുദ്ധിശക്തി, പ്രേരണ, ഓർമ്മശക്തി, പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ മനഃശാസ്ത്രം താല്പര്യപ്പെടുന്നു. അപ്പോൾ മനഃശാസ്ത്രം എന്താണ് ചെയ്യുന്നത്? വ്യക്തിയുടെ ബുദ്ധിശക്തി, ഓർമ്മ, പ്രേരണ, സ്വപ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇനി വ്യക്തിയുടെ മാനസിക വികാസത്തിൽ സാമൂഹ്യ ജീവിതത്തിനുള്ള സ്വാധീനത്തെപ്പറ്റിയും മനഃശാസ്ത്രത്തിൽ പഠിക്കുന്നു. അപ്പോൾ എന്താണ്? വ്യക്തിയുടെ മാനസിക വികാസത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണെങ്കിൽ മനഃശാസ്ത്രത്തിൽ പഠിക്കുന്നുണ്ട്. സമൂഹശാസ്ത്രം സമൂഹത്തിലെ സംഘടിതമായ പെരുമാറ്റത്തെയാണ് മനസ്സിലാക്കുന്നത്. അതായത് സമൂഹശാസ്ത്രം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ല, ധാരാളം വ്യക്തികളെക്കുറിച്ച് സമൂഹശാസ്ത്രത്തിൽ പഠിക്കുന്നു. സമൂഹശാസ്ത്രവും മനഃശാസ്ത്രവും സമൂഹ മനഃശാസ്ത്രം എന്ന പ്രത്യേക പഠന മേഖലയിൽ അടുത്ത് പ്രവർത്തിക്കുന്നു. ഇപ്പം രണ്ടും സമൂഹശാസ്ത്രവും മനഃശാസ്ത്രവും സമൂഹ മനഃശാസ്ത്രം എന്ന ഒരു പ്രത്യേക ശാഖയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. സാമൂഹ്യ ചുറ്റുപാടിൽ മനുഷ്യൻ്റെ മാനസിക പ്രക്രിയയെക്കുറിച്ച് പഠിക്കുകയാണ് സമൂഹ മനഃശാസ്ത്രം ചെയ്യുന്നത്. ഇനി സമൂഹശാസ്ത്രവും മനഃശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അപ്പം സമൂഹശാസ്ത്രം സമൂഹത്തിലെ അംഗങ്ങൾക്കും വ്യക്തികൾക്കും പ്രാധാന്യം നൽകുന്നു. മനഃശാസ്ത്രമാണേലോ മനഃശാസ്ത്രം വ്യക്തികളിൽ സമൂഹത്തിനുള്ള സ്വാധീനത്തെക്കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയെ സമൂഹത്തിൽ അവനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് മനഃശാസ്ത്രത്തിൽ പഠിക്കുന്നത്. സമൂഹശാസ്ത്രം സാമൂഹ്യ പ്രക്രിയകളെ വിശകലനം ചെയ്യുന്നു. മനഃശാസ്ത്രം പഠനവിധേയമാക്കുന്നത് മാനസിക വിഷയങ്ങളെയാണ്. അതായത് നമ്മുടെ മനസ്സിനെയാണ് മനഃശാസ്ത്രത്തിൽ പഠനവിധേയമാക്കുന്നത്. സമൂഹശാസ്ത്രം സാമൂഹ്യ പ്രക്രിയകളെ വിശകലനം ചെയ്യുമ്പോൾ മനഃശാസ്ത്രം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ മനസ്സുകളെയാണ് പഠനവിധേയമാക്കുന്നത്. അടുത്തത്, സമൂഹശാസ്ത്രത്തിൽ പരീക്ഷണശാലകൾക്ക് സ്ഥാനമില്ല. സമൂഹശാസ്ത്രത്തിൽ പരീക്ഷണങ്ങളൊന്നും നടത്തപ്പെടുന്നില്ല. എന്നാൽ മനഃശാസ്ത്രത്തിൽ പരീക്ഷണശാലയ്ക്ക് വലിയ സ്ഥാനമാണുള്ളത്. പരീക്ഷണശാലയ്ക്ക് മനഃശാസ്ത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ മനസ്സിനെയൊക്കെ പരീക്ഷിച്ച് അറിയാനായിട്ട് മനഃശാസ്ത്രം സഹായിക്കുന്നു. അടുത്ത പോയിൻ്റ്, സാമൂഹ്യശാസ്ത്രത്തിൻ്റേത് സാമൂഹ്യ തലത്തിലുള്ള സമീപനമാണ്. അപ്പോൾ സാമൂഹ്യശാസ്ത്രം സമൂഹമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു സമീപനമാണ് കാഴ്ചവെക്കുന്നത്. മനഃശാസ്ത്രമാണെങ്കിൽ മനസ്സിൻ്റെ
സമീപനം, അതായത് വ്യക്തിഗതമാണ്. അവിടെയാണെങ്കിൽ ഓരോ വ്യക്തികളെയാണ് കൈകാര്യം ചെയ്യുന്നത്. മനഃശാസ്ത്രത്തിനകത്ത് സമൂഹത്തെ മൊത്തത്തിലെടുത്തൊരു വിശകലനമല്ല നടത്തുന്നത്. മനഃശാസ്ത്രത്തിലെ വ്യക്തിഗതമാണ് അവിടുത്തെ സമീപനം മൊത്തം. ഓരോ വ്യക്തികളെയുമാണ് പിന്തുണയ്ക്കുന്നത്. എന്നാൽ സമൂഹശാസ്ത്രം സാമൂഹ്യ തലത്തിലുള്ള ഒരു സമീപനമാണ് കൈകാര്യം ചെയ്യുന്നത്. സാമൂഹ്യ തലത്തിലാണ് അവിടെ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. മനഃശാസ്ത്രത്തിലാണെങ്കിൽ വ്യക്തിയെ അടിസ്ഥാനമാക്കിയാണ് കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസവും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കണം. മനഃശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസവും അത് തമ്മിലുള്ള ബന്ധവും എല്ലാം കുഞ്ഞുങ്ങൾ നല്ലതുപോലെ പഠിക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡിസ്ക്രൈബ് ഹൗ പൊളിറ്റിക്കൽ സയൻസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം സോഷ്യോളജി ആൻഡ് സ്റ്റേറ്റ് ദ സിമിലാരിറ്റി. അപ്പോൾ നോക്കിയേ, രാഷ്ട്രതന്ത്രവും സമൂഹശാസ്ത്രവും തമ്മിലുള്ള ബന്ധവും വ്യത്യാസങ്ങളും എന്തെല്ലാമാണ്? രാഷ്ട്രതന്ത്രം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സാണ്. പൊളിറ്റിക്കൽ സയൻസും സമൂഹവും തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പം രാഷ്ട്രതന്ത്രം എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അത് ഗവൺമെൻറ് ആണല്ലേ. ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് രാഷ്ട്രതന്ത്രം സമൂഹശാസ്ത്രത്തിലുള്ള ഒരു ശാഖയാണ്. സമൂഹശാസ്ത്രത്തിൻ്റെ ഒരു ശാഖയാണ് രാഷ്ട്രതന്ത്രം എന്ന് പറയുന്നത്. രാഷ്ട്രതന്ത്രം ഭരണകൂടത്തെക്കുറിച്ചൊക്കെയാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ രാഷ്ട്രതന്ത്രത്തിനകത്ത് എന്താണ് പ്രതിപാദിക്കുന്നത്? ഭരണകൂടത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഗവൺമെൻറ്റിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഭരണകൂടത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. പരമാധികാര രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള സംഘടിതമായ സാമൂഹ്യ സംഘങ്ങളെ പ്രതിപാദിക്കുന്നു. ഇരു ശാസ്ത്രവും കൈകാര്യം ചെയ്യുന്നത് അടിസ്ഥാന മേഖല ഒന്ന് തന്നെയാണ്. അതായത് നമ്മുടെ സോഷ്യോളജിയും പൊളിറ്റിക്സും കൈകാര്യം ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് സമൂഹത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് രണ്ടിലും പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ. രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം സാമൂഹിക വശമുള്ളതിനാൽ ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് സാമൂഹ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ് ആവശ്യമാണ്. ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം എവിടെയാണ് നടക്കുന്നത്? സമൂഹത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് സമൂഹത്തെക്കുറിച്ചുള്ള അറിവും രാഷ്ട്രീയത്തിൽ ആവശ്യമാണ്. ഇനി നമുക്കാണ് നോക്കാനുള്ളത് സോഷ്യോളജിയും പൊളിറ്റിക്സും തമ്മിലുള്ള ഡിഫറൻസാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന്. അപ്പം ഫസ്റ്റ് തന്നെ സോഷ്യോളജി എന്ന് പറയുന്നത് സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ്. പൊളിറ്റിക്സ് ആണെങ്കിലോ രാഷ്ട്രതന്ത്ര ഭരണകൂടത്തെക്കുറിച്ചുള്ള പഠനവും. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, കുടുംബം, സാമ്പത്തിക ശാസ്ത്രം, മതം, വിദ്യാഭ്യാസം, ഭരണകൂടം എന്നിവയെക്കുറിച്ചൊക്കെയാണ് സോഷ്യോളജിക്കകത്ത് പഠിക്കുന്നത്. രാഷ്ട്രതന്ത്രത്തിനകത്താണേലോ രാഷ്ട്രതന്ത്രം ഭരണകൂടത്തെയും ഗവൺമെൻറ്റിനെയും കുറിച്ചാണ് പഠിക്കുന്നത്. രാഷ്ട്രതന്ത്രത്തിൽ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള പഠനമാണ് വരുന്നത്. സോഷ്യോളജിക്കകത്താണേൽ സാമൂഹ്യ ജീവിയായ മനുഷ്യനെ വിശകലനം ചെയ്യുന്നു. രാഷ്ട്രതന്ത്രമാണേലോ രാഷ്ട്രതന്ത്രം ഭരണകൂടമെന്ന ഒരൊറ്റ മാനുഷിക സംഘടനയെക്കുറിച്ച് മാത്രമാണ് പ്രതിപാദിക്കുന്നത്. രാഷ്ട്രതന്ത്രം എന്ന ഭരണകൂടം എന്ന ഒരൊറ്റ മാനുഷിക സംഘടന രൂപത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സമൂഹശാസ്ത്രം ഒരു പൊതുശാസ്ത്രമാണ്. സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു പൊതുശാസ്ത്രമാണ്. എന്നാൽ രാഷ്ട്രതന്ത്രം അല്ലെങ്കിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ശാസ്ത്രമാണ്. ഇനി സോഷ്യോളജിക്കകത്ത് സംഘടിത സമൂഹം എന്ന പോലെ തന്നെ അസംഘടിത സമൂഹത്തെക്കുറിച്ചും പഠിക്കുന്നു. അപ്പോൾ എന്താണ് സംഘടിത സമൂഹം എന്ന് പറഞ്ഞാൽ, സംഘടിത സമൂഹത്തിൽ ഗവൺമെൻറ് ആവശ്യമാണ്, ഭരിക്കാൻ ഭരണകർത്താക്കളെല്ലാം വേണം, ജനങ്ങളും അതുപോലെ ഭൂപ്രദേശങ്ങളും എല്ലാം ആവശ്യമാണ് സംഘടിത സമൂഹത്തിൽ. അപ്പോൾ ആ സംഘടിത സമൂഹത്തെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ അല്ലാത്ത അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമൂഹങ്ങളെക്കുറിച്ചും എല്ലാം സോഷ്യോളജിക്കകത്ത് പഠിക്കുന്നുണ്ട്. അസംഘടിത സമൂഹത്തെക്കുറിച്ചും പഠിക്കുന്നു. എന്നാൽ പൊളിറ്റിക്സിൽ രാഷ്ട്രതന്ത്രത്തിൽ സംഘടിത സമൂഹത്തെക്കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. അടുത്ത പോയിൻ്റ്, സമൂഹശാസ്ത്രം മനുഷ്യൻ്റെ അവബോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. ആ മനുഷ്യൻ്റെ അവബോധ പ്രവർത്തനങ്ങളെക്കുറിച്ചും സോഷ്യോളജിക്കകത്ത് പഠിക്കുന്നുണ്ട്. എന്നാൽ പൊളിറ്റിക്സിനകത്ത് മനുഷ്യൻ്റെ ബോധപൂർവമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. അടുത്ത പോയിൻ്റ്, മനുഷ്യൻ എങ്ങനെ എന്തുകൊണ്ട് രാഷ്ട്രീയ ജീവിയായി എന്ന് വിശദീകരിക്കുന്നത്. മനുഷ്യൻ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ജീവി ആയത് എന്നതിനെക്കുറിച്ചാണ് സോഷ്യോളജിക്കകത്ത് വിശദീകരിക്കുന്നത്.
പൊളിറ്റിക്സിനകത്താണേൽ മനുഷ്യൻ ഒരു രാഷ്ട്രീയ ജീവിയാണെന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ് രാഷ്ട്രതന്ത്രം ആരംഭിച്ചിരിക്കുന്നത്. അപ്പം സോഷ്യോളജിയും പൊളിറ്റിക്സും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്? അപ്പോൾ സോഷ്യോളജിയും എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്, അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ എക്കണോമിക്സ് എന്താണ് അല്ലെ സാമ്പത്തിക ശാസ്ത്രം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതായത് സമ്പത്തിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആണെങ്കിൽ അവിടെ എന്തൊക്കെയാണ്, ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നീ 3 ഘട്ടങ്ങളിലാണ് നമ്മൾ ശരിക്കും സാമ്പത്തിക സ്രോതസ്സുകളായി കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം ഈ 3 ഘട്ടങ്ങളാണ് എന്താണ് സാമ്പത്തിക സ്രോതസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക ശാസ്ത്രവും സാമൂഹ്യ ജീവിതവും അല്ലെങ്കിൽ നമ്മുടെ സോഷ്യോളജിയും സാമൂഹ്യ ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനകത്ത് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്. അതായത് സോഷ്യോളജിയും സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം. മെയിനായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ മേഖല മനുഷ്യൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോഴത്തേന് അവിടെ എന്താണ്, മനുഷ്യൻ്റെ സാമ്പത്തിക മേഖലയെ മാത്രമായിട്ട് പരിമിതപ്പെട്ടിരിക്കുന്നു. വേറൊരു മേഖല, മനുഷ്യൻ എന്ന് പറയുമ്പോഴത്തേന് പല തലങ്ങളുണ്ട്. മനുഷ്യനാണെങ്കിൽ മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്, അവൻ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, മതപരമായ ബന്ധങ്ങളുണ്ട് മനുഷ്യന്, അങ്ങനെ പല ബന്ധങ്ങളും മനുഷ്യനുണ്ട്, സാമ്പത്തിക ഇടപാടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ എക്കണോമിക്സിനകത്ത് നമ്മൾ സമ്പത്തിനെക്കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ, മനുഷ്യൻ്റെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ച് മാത്രം പഠിക്കുന്നു. പിന്നെ സമൂഹശാസ്ത്രമാകട്ടെ മനുഷ്യൻ്റെ എല്ലാ ബന്ധങ്ങളെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഒന്നാമത്തെ പോയിൻ്റ് എന്താണ്, സാമ്പത്തിക ശാസ്ത്രത്തിനകത്ത് മനുഷ്യൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ച് മാത്രം പഠിക്കുന്നു, വേറെ ഒരു ബന്ധങ്ങളെക്കുറിച്ചും സാമ്പത്തിക ശാസ്ത്രത്തിൽ പഠിക്കുന്നില്ല. എന്നാൽ സോഷ്യോളജിക്കകത്താണെങ്കിൽ മനുഷ്യൻ്റെ എല്ലാ ബന്ധങ്ങളെക്കുറിച്ചും പഠിക്കുന്നു. സമൂഹശാസ്ത്രത്തിൻ്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രത്തിനേക്കാൾ വളരെ വലുതാണ്. അപ്പോൾ സമൂഹശാസ്ത്രത്തിൻ്റെ വ്യാപ്തി സാമ്പത്തിക ശാസ്ത്രത്തിനേക്കാൾ വളരെയധികം വലുതാണ്. കാരണം എന്താണ്, സമൂഹത്തിലുള്ള എല്ലാ ബന്ധങ്ങളെക്കുറിച്ചും പഠിക്കുന്നത് എവിടെയാണ്, സമൂഹശാസ്ത്രത്തിനാണ്. സാമ്പത്തിക ശാസ്ത്രത്തിനകത്താണെങ്കിൽ മനുഷ്യൻ്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഉൽപ്പാദന വിതരണ വിഭവങ്ങളിലൂടെ മനുഷ്യൻ്റെ ഭൗതിക സന്തുഷ്ടി വർദ്ധിപ്പിക്കുന്നതുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധപ്പെട്ട എല്ലാം തന്നെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ പഠന വിഷയമാണ്. അപ്പോൾ എങ്ങനെയാണ് ഉൽപ്പാദന വിതരണ ഉപഭോഗങ്ങളിലൂടെ മനുഷ്യൻ്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് സാമ്പത്തിക ശാസ്ത്രത്തിനകത്ത് വരുന്ന വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഉൽപ്പാദനവും വിതരണവും ഉപഭോഗവും എല്ലാമാണ് സമ്പത്തിൻ്റെ അടിസ്ഥാന ഘടകമായിട്ട് കരുതപ്പെടുന്നത്. അതാണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പഠന വിഷയമാകുന്നത്. എന്നാൽ ഒരു സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പ്രാഥമിക താല്പര്യം സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സാമൂഹ്യ വശത്തിലാണ്. അപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സാമൂഹ്യ വശങ്ങളെക്കുറിച്ചാണ് എവിടെ പഠിക്കുന്നത്, സോഷ്യോളജിക്കകത്ത് പഠിക്കുന്നത്, സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സാമൂഹ്യ വശം. എക്കണോമിക്സിനകത്താണെങ്കിലോ ഉൽപ്പാദന വിതരണ ഉപഭോഗങ്ങളിലൂടെ മനുഷ്യൻ്റെ സമ്പത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്ര ശാഖയിലാണേൽ പഠിക്കുന്നത്. ഉൽപ്പാദന വിതരണങ്ങളിൽ സമൂഹശാസ്ത്രജ്ഞൻ അത്ര തൽപരനല്ല. അതായത് ഉൽപ്പാദന വിതരണ കാര്യങ്ങളിലൊന്നും സാമൂഹ്യശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജി
വലിയ താല്പര്യം കാണിക്കുന്നില്ല. ഉൽപ്പാദന വിതരണ ഉപഭോഗങ്ങളിലെല്ലാം താല്പര്യം കാണിക്കുന്നത് ആരാണ്? എക്കണോമിക്സിലാണ് ഇതിനകത്തെല്ലാം താല്പര്യം കാണിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിലാണ് ഉൽപ്പാദന വിതരണ ഉപഭോഗ കാര്യങ്ങളിലെല്ലാം താല്പര്യം കാണിക്കുന്നത്. സാമൂഹ്യശാസ്ത്രം ഉൽപ്പാദന വിതരണ രംഗങ്ങളിലൊന്നും താല്പര്യം കാണിക്കുന്നില്ല. ഇനി അടുത്ത നോക്കിക്കേ, സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രം വളരെ പഴക്കം ചെന്ന ഒരു ശാസ്ത്രശാഖയാണ്. എന്നാൽ നമ്മുടെ സാമൂഹ്യശാസ്ത്രം എന്ന് പറയുന്നത് സമീപകാലത്ത് രൂപം പ്രാപിച്ച ഒന്നാണ്. ഇത്രയുമാണ് സാമ്പത്തിക ശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഇനി നമ്മൾ നോക്കുന്നത് ഡിസ്ക്രൈബ് ഹൗ ആന്ത്രോപോളജി ഈസ് ഡിഫറെൻറ്റ് ഫ്രം സോഷ്യോളജി ആൻഡ് സ്റ്റേറ്റ് ദ സിമിലാരിറ്റി. അതായത് സാമൂഹ്യശാസ്ത്രവും നരവംശശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലപോലെ പഠിക്കണം കേട്ടോ. അപ്പം നോക്കിയേ, എന്താണ് മനുഷ്യനെക്കുറിച്ചുള്ള പഠനമാണ് നരവംശശാസ്ത്രം എന്ന് പറഞ്ഞാൽ, അല്ലേ? നരവംശശാസ്ത്രം, ആന്ത്രോപോളജി എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യനെക്കുറിച്ചുള്ള പഠനമാണ് നരവംശശാസ്ത്രം. അതായത് മാനവരാശി എങ്ങനെ വികാസം പ്രാപിച്ചു എന്ന പഠനം, മനുഷ്യൻ എങ്ങനെയാണ് വികാസം പ്രാപിച്ചു വന്ന് ആദ്യം അവൻ്റെ ഉത്ഭവസ്ഥാനം തൊട്ടുള്ള പഠനമാണ് ഈ നരവംശശാസ്ത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാനുഷിക വികാസം സംബന്ധിച്ച് പ്രത്യേകതകളും അത് പഠിക്കുന്ന മനുഷ്യൻ വികസിച്ചു വന്ന ആ കാലഘട്ടത്തെക്കുറിച്ചും ആദ്യ കാലഘട്ടം മുതലുള്ള അവൻ്റെ പരിണാമങ്ങളെക്കുറിച്ചെല്ലാം, മനുഷ്യൻ്റെ പരിണാമങ്ങളെക്കുറിച്ചും എല്ലാം പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് നരവംശശാസ്ത്രം എന്ന് പറയുന്നത്. അത് 2 ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഈ നരവംശശാസ്ത്രം എന്ന പദം ഉണ്ടായിട്ടുള്ളത്. അതായത് ആന്ത്രോപോസ് എന്നാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം. ആന്ത്രോപോസ് എന്ന ഗ്രീക്ക് പദവും ലോക്കോസ് എന്നാൽ പഠനം എന്നുമാണ് അർത്ഥം. എങ്ങനെയുള്ള ഈ 2 ആന്ത്രോപോസും ലോക്കോസും എന്നീ 2 പദങ്ങൾ ചേർന്നാണ് ആന്ത്രോപോളജി എന്ന പദം ഉണ്ടായിരിക്കുന്നത്. നരവംശശാസ്ത്രത്തെ നമ്മൾ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നരവംശശാസ്ത്രത്തെ പ്രധാനമായിട്ടും 2ആയിട്ട് തരംതിരിക്കുന്നു. അതായത് ഭൗതിക നരവംശശാസ്ത്രവും സാംസ്കാരിക നരവംശശാസ്ത്രവും. ഭൗതിക നരവംശശാസ്ത്രവും സാംസ്കാരിക നരവംശശാസ്ത്രവും എന്നിങ്ങനെ നരവംശശാസ്ത്രത്തെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിലും സമൂഹശാസ്ത്രവും നരവംശശാസ്ത്രവും തമ്മിൽ അടുത്ത ബന്ധം പുലർത്താറുണ്ട്. അതുകൊണ്ട് തന്നെയാണെങ്കിൽ ഈ നരവംശശാസ്ത്രത്തെയും സമൂഹശാസ്ത്രത്തെയും നമ്മളാണെങ്കിൽ ഒരമ്മ പെറ്റ മക്കളെന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇരട്ട സഹോദരിമാരെന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഈ നരവംശശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരമ്മ പെറ്റ മക്കളെന്നോ അല്ലെങ്കിൽ ഇരട്ട സഹോദരിമാരെന്നോ ഒക്കെയാണ് ഈ സമൂഹശാസ്ത്രത്തെയും നരവംശശാസ്ത്രത്തെയും അറിയപ്പെടുന്നത്. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സമൂഹത്തെക്കുറിച്ച് ഒന്നായുള്ള പഠനമാണ് നരവംശശാസ്ത്രം എന്ന് പറയുന്നത്. സമൂഹത്തെ ഒരുമിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് നരവംശശാസ്ത്രം. അതിൻ്റെ രാഷ്ട്രീയവും നിയമപരവുമായ പ്രശ്നങ്ങൾ, കുടുംബം, സംഘടന, മതം, കല, വ്യവസായങ്ങൾ, തൊഴിലുകൾ എന്നിവയെല്ലാം അത് പഠന വിധേയമാകുന്നു. സമൂഹശാസ്ത്രമാകട്ടെ അതിൻ്റെ പ്രത്യേക വശങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. അതായത് സമൂഹത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് എടുത്ത് സമൂഹശാസ്ത്രത്തിൽ പഠിക്കുന്നില്ല. എന്നാൽ നരവംശശാസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്കിന് സമൂഹത്തിലെ എല്ലാ വശങ്ങളും, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കുടുംബം, മതം, കല, വ്യവസായങ്ങൾ, തൊഴിലുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് നരവംശശാസ്ത്രത്തിൽ പഠനം നടക്കുന്നത്. സാമൂഹ്യശാസ്ത്രമാണെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള ഇടപാടുകൾക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. നരവംശശാസ്ത്രം ചെറിയ സുസ്ഥിര സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ, അതായത് നരവംശശാസ്ത്രം പണ്ട് കാലം മുതലേ ഉള്ള ഒരു ശാസ്ത്രമാണ് നരവംശശാസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ചെറിയ ചെറിയ സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ ഇത് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചെറിയ സുസ്ഥിര സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് വലിയ നാഗരികതകളെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. അടുത്തത് നരവംശശാസ്ത്രവും സമൂഹശാസ്ത്രവും
വേറിട്ട ശാസ്ത്രങ്ങളാണെന്ന് പറയുന്നത്. അതായത് രണ്ടും വ്യത്യസ്തങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നരവംശശാസ്ത്രവും സമൂഹശാസ്ത്രവും ഒരമ്മ പെറ്റ മക്കളാണ്, ഇരട്ട സഹോദരികളാണെന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഇത് വേറിട്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ നിലനിൽക്കുന്നത്. അതായത് നരവംശശാസ്ത്രം അതിപുരാതന കാലം തൊട്ടേ ഉള്ളതാണ്. മനുഷ്യനും അവൻ്റെ സംസ്കാരവും എങ്ങനെ വികസിച്ചുവെന്ന് നരവംശശാസ്ത്രം പഠിപ്പിക്കുന്നു. ആദിമ കാലഘട്ടത്തിലൊക്കെ മനുഷ്യൻ്റെ സംസ്കാരം എങ്ങനെയാണ് വളർന്ന് വികസിച്ച് വന്നതെന്നൊക്കെയാണേൽ നരവംശശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ സോഷ്യോളജി ആണേൽ വർത്തമാനകാലത്തെ സംഭവവികാസങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നരവംശശാസ്ത്രവും സോഷ്യോളജിയും തമ്മിലുള്ള വ്യത്യാസമായിട്ട് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലപോലെ പഠിക്കണം. ബാക്കി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നല്ലപോലെ പഠിക്കുകയും നോട്ട് എഴുതി അയച്ചു തരികയൊക്കെ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് സാമൂഹ്യശാസ്ത്രവും സാമൂഹ്യ സേവനങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് സോഷ്യൽ വർക്ക്. സമൂഹത്തിൻ്റെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിയമിതരായിട്ടുള്ളവർ ഒരു രാജ്യത്ത് ചെയ്യുന്ന ജോലിയെ സാമൂഹ്യ സേവനമെന്ന് പറയുന്നു. സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാമൂഹ്യ നീതി നേടുക, ജീവിതം മെച്ചപ്പെടുത്തുക, എല്ലാ വ്യക്തികളുടെയും കഴിവുകൾ വികസിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ജോലിയെയാണ് നമ്മൾ സാമൂഹ്യ സേവനമെന്ന് പറയുന്നത്. സോഷ്യോളജി ആണെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന ഇടപാടുകൾക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. സോഷ്യോളജിയിൽ എന്താണ് ചെയ്യുന്നത്, സമൂഹത്തിൽ നടക്കുന്ന ഇടപാടുകൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു. സേവനങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് സമൂഹത്തിൽ നടക്കുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളാണെന്നൊക്കെയാണ് സോഷ്യോളജി ശ്രദ്ധിക്കുന്നത്. അപ്പം നേരത്തെ ടീച്ചർ പറഞ്ഞ എന്താണ് സോഷ്യോളജിയും ആന്ത്രോപോളജിയും, സോഷ്യോളജിയും ഹിസ്റ്ററിയും, സോഷ്യോളജിയും പൊളിറ്റിക്സും, സോഷ്യോളജിയും സൈക്കോളജിയും ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാഠത്തിൽ നിന്ന് നോട്ട് എഴുതുമ്പോൾ നിങ്ങൾ അത് മാത്രം എഴുതി അയച്ചു തന്നാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് എഴുതുക. അതുപോലെ തന്നെ ക്ലാസ് കേൾക്കുക. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചറിനോട് പേഴ്സണലായിട്ട് ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. ഓക്കേ.